കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ മേയറുടെ കാർ ദുരുപയോഗം ചെയ്തെന്ന ആരോപണവുമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷ്. മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനനെതിരെയായിരുന്നു ആരോപണം. കഴിഞ്ഞ വർഷം ഡിസംബറിൽ മേയറും സംഘവും ഒറീസയിലായിരുന്ന തീയതികളിൽ കാർ ഓടിയതായി ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയത് എങ്ങനെയാണെന്നായിരുന്നു പി.കെ. രാഗേഷിന്റെ ചോദ്യം. കൗൺസിലിൽ താൻ ഉയർത്തിയ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കിട്ടിയില്ലെന്ന് രാഗേഷ് പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ ഗുരുതര ആരോപണമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷ് ഉന്നയിച്ചത്. മേയറുടെ വാഹനം ദുരുപയോഗം ചെയ്തുവെന്നായിരുന്നു രാഗേഷിന്റെ ആരോപണം. കഴിഞ്ഞ വർഷം ഡിസംബർ 11 മുതൽ 13 വരെ ഒറീസയിൽ വെച്ച് അമൃത് 2വുമായി ബന്ധപ്പെട്ട് ട്രെയിനിംഗ് ക്യാമ്പ് നടന്നിരുന്നു. ഈ ക്യാമ്പിൽ മേയറായിരുന്ന അഡ്വക്കേറ്റ് ടി.ഒ. മോഹനും 12 കൗൺസിലർമാരും അടങ്ങുന്ന 15-അംഗ സംഘമാണ് പങ്കെടുത്തത്. ഇക്കാര്യം രേഖാമൂലം പി.കെ. രാഗേഷിന് മേയർ മറുപടിയും നൽകിയിട്ടുണ്ട്. ആ ദിവസത്തെ ലോഗ് ബുക്കിലാണ് മേയറുടെ കാർ ഓടിച്ചതായും രേഖപ്പെടുത്തിയത്. ലോഗ് ബുക്കിന്റെ കോപ്പിയും രാഗേഷ് മേയറുടെ മേശപ്പുറത്ത് വെച്ചു. ഡിസംബർ 10-നാണ് മേയറും സംഘവും കണ്ണൂരിൽ നിന്ന് ഒറീസയിലേക്ക് യാത്ര തിരിച്ചത്. അന്നും ലോഗ് ബുക്കിൽ കാർ ഓടിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപയോഗിച്ചത് മേയറാണെന്നും 63 കിലോമീറ്റർ ആ ദിവസം കാർ ഓടിയെന്നും ലോഗ് ബുക്കിലുണ്ട്. ഇതിന്റെ പകർപ്പ് കണ്ണൂർ വിഷനും ലഭിച്ചു. ഒറീസയിൽ ക്യാമ്പ് നടന്ന ദിവസമായ ഡിസംബർ 11, 12, 13 തീയതികളിലും കാർ ഓടിയതായാണ് രേഖ. 11-ന് 12 കിലോമീറ്ററും 12-ന് 22 കിലോമീറ്ററും 13-ന് 28 കിലോമീറ്ററും കാർ ഓടിയിട്ടുണ്ട്. ഇത് ലോഗ് ബുക്കിലും രേഖപ്പെടുത്തി. മേയറാണ് കാർ ഉപയോഗിച്ചതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേയറുടെ ഒപ്പുമുണ്ട്. ഒറീസയിൽ ക്യാമ്പിൽ പങ്കെടുത്ത മേയർ കണ്ണൂരിലുള്ള കാർ എങ്ങനെ ഉപയോഗിച്ചു എന്നായിരുന്നു പി.കെ. രാഗേഷിന്റെ ചോദ്യം. പരിശോധിച്ച് മറുപടി പറയാമെന്ന് മാത്രമാണ് മേയർ മുസ്ലിം മഠത്തിൽ അറിയിച്ചതെന്നും ഗുരുതരമായ ഈ വിഷയത്തിൽ തനിക്ക് വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ലെന്നും പി.കെ. രാഗേഷ് പറഞ്ഞു. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 15 ലക്ഷം രൂപ കൈമാറാനും കൗൺസിൽ തീരുമാനിച്ചു. കോർപ്പറേഷൻ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ കൗൺസിൽ അംഗീകരിച്ചു. പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഇന്റീരിയർ വർക്കുകൾക്കായി തുക വകയിരുത്തി കിഫ്ബിക്ക് നൽകാനും കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. മേയർ മുസ്ലിം മഠത്തിൽ കൗൺസിലിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷമീമ, MP രാജേഷ്, VK ശ്രീലത, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളിയാവൂർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.